Fundamental forces in nature. There are 4 fundamental forces or interactions in nature. നേച്ചറിൽ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആയിട്ട് നമ്മൾ 4 ഫോഴ്സസിനെയാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അതിനെ തന്നെ നമ്മൾ ഇൻട്രാക്ഷൻസ്, നേച്ചറിലുള്ള ഇൻട്രാക്ഷൻസ് എന്നും പറയാറുണ്ട്. They are strong nuclear force, electromagnetic force, weak nuclear force and gravitational force. ഈ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതിൻ്റെ ഓർഡറാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. ദെൻ അത് കഴിഞ്ഞ് വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ദെൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ദ വീക്കസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഇൻ നേച്ചർ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. Then first one, strong nuclear force. Strong nuclear force means it holds the nuclei of atoms together. ഒരു ന്യൂക്ലിയസിലെ ആറ്റംസിനെ തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സാണ് എന്ത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ബൈൻഡ്സ് ദ പ്രോട്ടോൺ. നമുക്കറിയാം ഒരു ന്യൂക്ലിയസിനുള്ള എന്തൊക്കെയാണ് ഉള്ളത്? പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഇറ്റ് ബൈൻഡ്സ് ദി പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സാണ്. ബൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുന്ന ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ഈസ് ജനറലി അട്രാക്റ്റീവ് ആൻഡ് ഇറ്റ് മേ ബി റിപ്പൾസീവ് ആസ് വെൽ. ജനറലി നമ്മൾ ന്യൂക്ലിയർ ഫോഴ്സിനെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്നാണ് പറയാറ്. പക്ഷേ ഇറ്റ് മേ ബി റിപ്പൾസീവ് ആസ് വെൽ. അത് റിപ്പൾസീവും ആവാം. നമുക്ക് എന്താ പറയുക, ഈ ന്യൂക്ലിയസിനുള്ളിലെ ആറ്റംസ് അല്ലെങ്കിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ ബൈൻഡ് ചെയ്യുന്നത് നമുക്കൊരു കൺസെപ്റ്റ് മാത്രമാണ്. നമുക്ക് കണ്ണുകൊണ്ട് അത് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഒരു തിയറിയെ ബേസ് ചെയ്ത്, ഒരു ബേസായിട്ടൊരു തിയറി ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ആ ഒരു തിയറിയെ ബേസ് ചെയ്ത് ഓരോ കൺസെപ്റ്റ്സ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനറലി ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെ നമ്മൾ അട്രാക്റ്റീവ് ഫോഴ്സസ് എന്നാണ് പറയാറ്. ഇറ്റ് മേ ബി റിപ്പൾസീവ് ആസ് വെൽ. പക്ഷേ റിപ്പൾസീവും ആവാം. Then it is a charge independent force. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്. ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ചാർജിനനുസരിച്ച് അതിൽ വേരിയേഷൻസ് വരുന്നില്ല. ഇറ്റ് ഇസ് എ ചാർജ് ഇൻഡിപെൻഡൻസ് ഫോഴ്സ്. ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ ന്യൂക്ലിയർ ഫോഴ്സസ് ആർ ഷോർട്ട് റേഞ്ചഡ്. വളരെ ചെറിയ റേഞ്ചാണ്. കാരണം നമുക്കറിയാം ന്യൂട്രോൺസും പ്രോട്ടോൺസും, ഒരു ന്യൂക്ലിയസിനുള്ള ന്യൂട്രോൺസും പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ വളരെ തൊട്ടടുത്ത് ഒക്യുപ്പൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ 2 പാർട്ടിക്കിൾസിനെ ബൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് വെരി വെരി ഷോർട്ട് റേഞ്ച്. റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ്, ഒരു പെർട്ടിക്കുലർ ഫോഴ്സിന് ഇത്ര ഡിസ്റ്റൻസ് വരെ അതിൻ്റെ ആ ഫോഴ്സിൻ്റെ ഒരു ഇഫക്റ്റ്, അല്ലെങ്കിൽ ആ ഫോഴ്സ് കൊണ്ട് അതിനെ ആ ഒരു ഫോഴ്സിൻ്റെ ഇഫക്റ്റിൽ ഇത്ര ഡിസ്റ്റൻസ് വരും എന്നുള്ളതാണ് റേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാവും. മാഗ്നറ്റ് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ മാഗ്നറ്റ് എടുത്തിട്ട് നമ്മൾ ആ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് ഒരു അയൺ ഒബ്ജക്റ്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് പെട്ടെന്ന് അട്രാക്ട് ചെയ്യും, ഒട്ടിപ്പിടിക്കും അല്ലേ? രണ്ടും കൂടെ ബൈൻഡ് ചെയ്യും, കൂടിച്ചേരും. അതേസമയം കുറച്ച് ഡിസ്റ്റൻസ് അകലെ വെക്കുകയാണെങ്കിൽ, രണ്ടും അകത്തി പിടിക്കുക, നമ്മൾ ആ 2 ഒബ്ജക്ട്സ്, അതൊരു മാഗ്നറ്റും ആ ഒരു അയൺ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ അകലെയാണെങ്കിൽ അത് എന്ത് ചെയ്യില്ല, അട്രാക്ട് ചെയ്യില്ല. അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. അതെന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ മാഗ്നറ്റിൻ്റെ അതിൻ്റെ റേഞ്ചിനെയാണ് കാണിക്കുന്നത്. തൊട്ടടുത്ത് വരികയാണെങ്കിൽ പെട്ടെന്ന് അത് രണ്ടും കൂടെ കൂടിച്ചേരും. അത് അകലെ പോകുന്തോറും അതിൻ്റെ അട്രാക്ഷൻ കുറഞ്ഞു വരും. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് ആ ഒരു ഫോഴ്സിൻ്റെ, പെർട്ടിക്കുലർ ഫോഴ്സിൻ്റെ എഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനുള്ള ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിനുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ മാത്രമേ അത് ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ദ റേഞ്ച് ഓഫ് ദ ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് വെരി short-ranged force. Strong nuclear forces are short-ranged. And its range is about 10⁻⁻15 meter. ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇത് ഈ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കുക. അതായത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഒക്യുപ്പൈഡ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാണെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണെന്ന് അറിയുക. അത്രയേ വരുള്ളൂ. അതിൻ്റെ പെക്യുലിയാരിറ്റി എന്താണെന്ന് അറിയുക. ഇറ്റ് ബൈൻഡ്സ് ദ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ദ ന്യൂക്ലിയസിനുള്ളിലെ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി.
എങ്കിലും ജനറലി നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനെപ്പറ്റി നമുക്കൊരു അവയർനെസ് വേണമല്ലോ, അതുകൊണ്ട് പറയാണ് ന്യൂക്ലിയർ ഫോഴ്സസ് ആർ ഷോർട്ട് റേഞ്ചഡ് ഫോഴ്സസ് ആൻഡ് ഇറ്റ്സ് റേഞ്ച് ഈസ് അബൌട്ട് 10⁻⁻15 മീറ്റർ. 10⁻⁻15 മീറ്റർ ആണ്. 10⁻⁻15 നോക്കൂ, നെഗറ്റീവാണ് വരുന്നത് പവറായിട്ട് വരുന്നത്. അപ്പോൾ നോക്കൂ, വളരെ വളരെ റേഞ്ച് വളരെ വളരെ കുറവാണ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിഷനും ഫ്യൂഷനും ഒക്കെ. നിങ്ങൾ ചെറിയ ക്ലാസ്സസിൽ 9th-ലും 10th-ലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഷനും ഫ്യൂഷനും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫോഴ്സാണ് എന്ത്? ന്യൂക്ലിയർ ഫോഴ്സ്. അത് ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ്ങും അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ സെപ്പറേഷനൊക്കെ നടന്ന പ്രോസസ്സല്ലേ ഫിഷനും ഫ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഫിഷനും ഫ്യൂഷനും റെസ്പോൺസിബിൾ ആയിട്ട് വരുന്ന ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ it binds the protons and neutrons in a nucleus. Strong nuclear forces holds the nuclei of atoms together. Nuclei of atoms എന്ന് പറയുകയാണെങ്കിൽ it binds the protons and neutrons in a nucleus. It is generally attractive force and it may be repulsive also. Then it is a charge independent force. Then nuclear forces are short ranged force. റേഞ്ച് എന്ന് പറഞ്ഞല്ലോ, ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസിൽ വരെ അതിൻ്റെ ഇഫക്റ്റ് ആക്ട് ചെയ്യും എന്നുള്ളത്, അതിൻ്റെ ഡിസ്റ്റൻസ്. ന്യൂക്ലിയർ ഫോഴ്സസ് ആർ ഷോർട്ട് റേഞ്ചഡ് ഫോഴ്സസ് and its range is about 10⁻⁻15 meter. And strong nuclear forces is responsible for fission and fusion. ഫിഷനും ഫ്യൂഷനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫോഴ്സാണ് ന്യൂക്ലിയർ ഫോഴ്സസ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അത് ഒരു ന്യൂക്ലിയസിലെ ആറ്റംസ് അതിനെ ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്യുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. ജനറലി അത് അട്രാക്റ്റീവ് ഫോഴ്സാണ്. ബട്ട് സം കേസസ് ഇറ്റ് മേ ബി റിപ്പൾസീവ് ഓൾസോ. ജനറലി നമ്മൾ പറയുമ്പോൾ പറയുക സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസ് ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ്. ദെൻ ഇത് ചാർജ് ഇൻഡിപെൻഡൻറ്റ് ഫോഴ്സാണ്. ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ചാർജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിലെന്ത് വരുന്നില്ല? ചേഞ്ചസ് വരുന്നില്ല. ന്യൂക്ലിയർ ഫോഴ്സസ് ആർ ഷോർട്ട് റേഞ്ചഡ് ഫോഴ്സ്. അതിൻ്റെ റേഞ്ച്, അത് എഫക്റ്റ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറുതായിരിക്കും. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അബൌട്ട് 10⁻⁻15 മീറ്റർ ആണ്. The next type of force, next fundamental force is electromagnetic force. Electromagnetic force, it causes electric and magnetic field effect, magnetic effects. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഇലക്ട്രിക് ഇഫക്ട്സും ഉണ്ടായിരിക്കും, മാഗ്നറ്റിക് ഇഫക്ട്സും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ് പാർട്ടിക്കിൾ. ചാർജ് പാർട്ടിക്കിളിൻ്റെ ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇറ്റ് ഓൾസോ കോസസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഇഫക്ട്. മാഗ്നറ്റിക് ഇഫക്റ്റ് ആയാലും ഇലക്ട്രിക് ഇഫക്റ്റ് ആയും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ചാർജ് പാർട്ടിക്കിൾ ആവണം, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് കോസസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഇഫക്റ്റ്. It is the force acting between the charged particle. ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളിന് ഇടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഇലക്ട്രിക് ഫോഴ്സ് ആയാലും മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഇഫക്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ചാർജ് പാർട്ടിക്കിളിന് ഇടയിൽ മാത്രമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് കോസസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഇഫക്റ്റ്. ഇനി ഓൾറെഡി നമുക്കറിയാം ചാർജസിന്, അതായത് ഫോഴ്സിന് രണ്ട് പെർട്ടിക്കുലാരിറ്റീസ് നമുക്ക് ഓൾറെഡി നിങ്ങൾ ചെറിയ ക്ലാസ്സസ് പഠിക്കുന്നതാണ്. ലൈക്ക് ചാർജസ് ആണെങ്കിൽ എന്ത് ചെയ്യും? റിപ്പൽസ് ഈച്ച് അതർ. രണ്ട് മാഗ്നറ്റ്സിൻ്റെ സെയിം പോൾസ് തമ്മിൽ അടുത്ത് കൊണ്ടുവരാണെങ്കിൽ അത് റിപ്പൽ ചെയ്യും. അതേസമയം ഓപ്പോസിറ്റ് പോൾസോ ഇറ്റ് അട്രാക്ട്സ് ഈച്ച് അതർ. അതുപോലെ തന്നെ ചാർജിൻ്റെ കേസിലും ലൈക്ക് ചാർജസ് ആർ റിപ്പൽ ഈച്ച് അതർ, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ഈച്ച് അതർ. ദെൻ ഇനി ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ഫോഴ്സ് തന്നെ, പക്ഷേ ഇറ്റ് വീക്കർ ദാൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അത് സ്ട്രോങ് ഫോഴ്സ് തന്നെയാണെന്ന് നമുക്ക് പറയാം, പക്ഷേ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെക്കാട്ടിലും വീക്കറാണ്. ഇനി ഒബ്വിയസ്ലി ഇത് ചാർജ് പാർട്ടിക്കിളിനിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ചാർജ് ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ്. അത് ചാർജ് ഡിപ്പെൻഡൻറ്റ് ഫോഴ്സാണ്, ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. Then electromagnetic force governs the structure of atoms and nucleus. ഒരു ഒബ്ജക്റ്റ് നമുക്കറിയാം, നേച്ചറിലെ ഏതൊരു ഒബ്ജക്റ്റും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻ എന്ന് പറയുന്നത് ആറ്റംസും ആറ്റംസും മോളിക്യൂൾസ് ആണ്, അല്ലേ? നേച്ചറിലുള്ള നമ്മുടെ പ്രകൃതിയിലുള്ള ഏതൊരു ഒബ്ജക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താ? ആറ്റംസും മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിലെ ആറ്റംസിനെയും മോളിക്യൂൾസിനെയും സ്ട്രക്ചർ ഗവേൺ ചെയ്യുന്നത്,
അതിങ്ങനെ ആയിരിക്കണം, ഓരോന്നിനും പെർട്ടിക്കുലർ സ്ട്രക്ചർ അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷുഗർ ആൻഡ് സോൾട്ട് രണ്ട് പെർട്ടിക്കുലർ ഒബ്ജക്ട്സ് ആണ്. ഒന്ന് പഞ്ചസാര, ഷുഗർ, സോൾട്ട് എന്ന് പറയുന്നത് ഉപ്പ്. രണ്ടിനും അതിൻ്റേതായ രണ്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സാണ് വരുന്നത് അല്ലേ. അതായത് ഷുഗർ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ ആറ്റംസും മോളിക്യൂൾസും ഒക്യുപ്പൈ ചെയ്യുന്ന സ്ട്രക്ചർ ആയിരിക്കില്ല, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ ആയിരിക്കില്ല സോൾട്ടിൻ്റെ കേസിൽ വരിക. സോൾട്ടിൻ്റെ കേസിൽ വേറൊരു പാറ്റേണിലായിരിക്കും ആറ്റംസും മോളിക്യൂൾസും ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഗവേൺസ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഇൻ എ മെറ്റീരിയൽ ഓർ ഇൻ an ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിലെ ആറ്റംസിനും ഒക്യുപ്പൈ ചെയ്യുന്ന ആറ്റംസിൻ്റെയും മോളിക്യൂളിൻ്റെയും സ്ട്രക്ചർ ഗവേൺ ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സാണ്. ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതൊരു സ്ട്രോങ് ഫോഴ്സ് തന്നെയാണ്, കാറ്റഗറിയിൽ പെടുന്നതാണ്. പക്ഷേ ഇറ്റ് ഈസ് വീക്കർ ദാൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ അത് ഏകദേശം 100 times വീക്കർ ദാൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെക്കാട്ടിലും 100 times വീക്കറാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ്സ് റേഞ്ച് ഇസ് ഇൻഫിനിറ്റ്. ഇതിൻ്റെ റേഞ്ച് ഇൻഫിനിറ്റിയാണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, അതിൻ്റെ റേഞ്ച് എന്താ, ഇൻഫിനിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്തൊക്കെ പറയാം? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഫണ്ടമെൻ്റൽ ഫോഴ്സിൻ്റെ പേര് കേൾക്കുമ്പോൾ എന്തൊക്കെ ആലോചിക്കണം? ഫസ്റ്റ് എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഇറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ചാർജ് പാർട്ടിക്കിളിന് ഇടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഒബ്വിയസ്ലി ചാർജ് പാർട്ടിക്കിളിന് ഇടയിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ് കോസസ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഇഫക്റ്റ്. ചാർജ് പാർട്ടിക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇഫക്റ്റാണ് എന്ത്? ഇലക്ട്രിക് ഇഫക്റ്റ് ആയാലും മാഗ്നറ്റിക് ഇഫക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ ഒക്യുപ്പൈ ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആരായിരിക്കണം? ചാർജ് പാർട്ടിക്കിൾ ആയിരിക്കണം. അപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിളിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ആ ഒരു ഫോഴ്സ് ആയതുകൊണ്ട് ഇറ്റ് മേ ബി രണ്ട് ടൈപ്പിലുള്ള ഫോഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യാം. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഇറ്റ് മേ ബി റിപ്പൾസീവ് ഓർ അട്രാക്റ്റീവ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ രണ്ട് ചാർജ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ മിനിമം 2 ചാർജ് പാർട്ടിക്കിളിങ് വേണം ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ. അപ്പോൾ ആ 2 ചാർജ് പാർട്ടിക്കിൾ അതിൻ്റെ ചാർജസ് സെയിം ആണെങ്കിൽ, ലൈറ്റ് ചാർജസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് റിപ്പൽ ഈച്ച് അതർ. രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആ രണ്ടും അവിടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. എന്ന് പറയുകയാണെങ്കിൽ അത് റിപ്പൽ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യില്ല. ദെൻ ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ, അതായത് ഒരു ചാർജ് പോസിറ്റീവും രണ്ടാമത്തെ ചാർജ് നെഗറ്റീവും ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് അട്രാക്ട് ഈച്ച് അതർ. അത് രണ്ടും അട്രാക്ട് ചെയ്യും. അതായത് അതിനിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ഫോഴ്സ് തന്നെ, ബട്ട് ഇറ്റ് ഈസ് വീക്കർ ദാൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെക്കാട്ടിലും വീക്കറാണ്. ഇത്രയാണ് 100 times. ഇറ്റ് ഈസ് 100 times വീക്കർ ദാൻ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനെക്കാട്ടിലും 100 times വീക്കറാണ്. ആൻഡ് ഇറ്റ്സ് റേഞ്ച് ഇസ് ഇൻഫിനിറ്റ്. അതിൻ്റെ റേഞ്ച്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. And weak nuclear force involves a certain nuclear process. അതായത് ഈ വീക്ക് ന്യൂക്ലിയർ പ്രോസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് certain nuclear processൽ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എക്സാമ്പിൾ പറയുന്നത് ബീറ്റാ ഡീക്കേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ 12th പ്ലസ് 2 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്, ആറ്റംസ് ന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ പഠിക്കുന്നുണ്ട്, ബീറ്റാ ഡീക്കേ എന്ന്. അതായത് ന്യൂക്ലിയർ പ്രോസസ്സ് നടക്കുമ്പോൾ അതിനിടയിൽ ഇവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബീറ്റാ ഡീക്കേ. ആൽഫ ബീറ്റാ ഡീക്കേസ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും, ഈ പ്ലസ് 2 തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സസ് എന്ന് പറയുന്നത് സർട്ടൻ ന്യൂക്ലിയർ പ്രോസസ്സിൽ മാത്രം ഇൻവോൾവ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ബീറ്റാ ഡീക്കേ. അപ്പോൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഇൻവോൾവ്സ് ഇൻ സർട്ടൻ ന്യൂക്ലിയർ പ്രോസസ് സച്ച് ആസ് ബീറ്റാ ഡീക്കേ. ഒബ്വിയസ്ലി ഇത് റെസ്പോൺസിബിൾ ഫോർ ന്യൂക്ലിയർ ഡീക്കേക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ വീക്ക് ഫോഴ്സ്. അത് പേര് പോലെ തന്നെ ഇതൊരു വീക്ക് ഫോഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ഹാസ് എ വെരി ഷോർട്ട് ഡിസ്റ്റൻറ്റ് റേഞ്ച്. അതിൻ്റെ റേഞ്ചും വളരെ ഷോർട്ടാണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് പോലെ തന്നെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെയും റേഞ്ച് വളരെ ഷോർട്ടാണ്. പക്ഷേ ഇതൊരു വീക്ക് ഫോഴ്സാണ്. അതിൻ്റെ പേര് പോലെ തന്നെ ഇതൊരു വീക്ക് ഫോഴ്സാണ്. ഓക്കെ, short ranged force ആണ്. It involves in certain nuclear process such as beta decay and it is very weak. It has very short range.
അപ്പോൾ മനസ്സിലായോ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സർട്ടൻ ന്യൂക്ലിയർ പ്രോസസ്സിൽ അല്ലെങ്കിൽ സർട്ടൻ ന്യൂക്ലിയർ ഡീക്കേസിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ ഷോർട്ടാണ്. അത് പേര് പോലെ തന്നെ വീക്ക് ഫോഴ്സുമാണ്. Okay, then fourth force, gravitational. Fourth one, the fourth fundamental force is gravitational force, the weakest of all the fundamental forces. Weakest, fundamental, 4 fundamental forces la weakest ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ്. ബട്ട് ആക്ട്സ് ഓവർ വെരി ലോങ് ഡിസ്റ്റൻസ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വളരെ ലോങ് ആണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വീക്കസ്റ്റ് ആണെന്ന് പറഞ്ഞു. 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ 2 ബോഡീസ് ബൈ വിർച്യൂ ഓഫ് ദെയർ മാസസ്. 2 ഒബ്ജക്ട്സിൻ്റെ മാസുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുക, അതിന് ഇടയിൽ ആക്ട് ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. And gravitational force governs the motion of satellites, planets around the sun and stellar evolution. എന്ന് നമുക്ക് പറയാം. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെ നമുക്ക് ഒബ്വിയസ്ലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂട്ടൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗ്രാവിറ്റി എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ, അതായത് ടെറസ്ട്രിയൽ ഒബ്ജക്ട്സിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെലസ്ട്രിയൽ ബോഡീസിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്ട്സുകൾ തമ്മിലും എന്ത് അട്രാക്ട് ചെയ്യുന്നുണ്ട്? ഏതൊരു 2 ഒബ്ജക്ട്സ് തമ്മിലും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയാണ് അത് അട്രാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെലസ്ട്രിയൽ ബോഡീസും. സെലസ്ട്രിയൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്, സ്റ്റാർസ്, അതിൻ്റെയൊക്കെ മൂവ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇറ്റ് ഓൾസോ ഗവേൺസ് ദ മോഷൻ ഓഫ് സാറ്റലൈറ്റ്സ്, പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ ആൻഡ് സ്റ്റെല്ലാർ എവല്യൂഷൻ. അപ്പോൾ ടെറസ്ട്രിയൽ ബോഡീസിനെ പോലെ തന്നെ സെലസ്ട്രിയൽ ബോഡീസിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഓഫ് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ്. 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് എന്താ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ റേഞ്ചും എന്താണ്? ഇൻഫിനിറ്റ് റേഞ്ച് ആണ്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഓഫ് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആൻഡ് ഇറ്റ് ഈസ് ദ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി 2 ബോഡീസ് എക്സിസ്റ്റ് ഇൻ ദ നേച്ചർ. നേച്ചറിലുള്ള 2 ഒബ്ജക്ട്സ് തമ്മിൽ അട്രാക്ട് ചെയ്യുന്നതിന് കോസായിട്ടുള്ള എന്താ പറയുക, അട്രാക്ട് ചെയ്യുന്ന 2 ഒബ്ജക്ട്സ് തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന അതിന് റീസൺ ആയിട്ട് വരുന്ന ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്ട്സും നമ്മളിപ്പോൾ എന്താ പറയുക, ന്യൂട്ടൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചത് ന്യൂട്ടൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണമായിട്ട് വരുന്നത് എന്താണ്? ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണു അല്ലേ? ഒരു ആപ്പിളിൻ്റെ മരത്തിൽ നിന്ന് താഴേക്ക് ആപ്പിൾ വീഴുന്നത് കണ്ടു. മേ ബി അത് ന്യൂട്ടൻ്റെ തലയിലേക്ക് വീണു എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ആ കഥകളൊക്കെ കേട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ടെറസ്ട്രിയൽ ഒബ്ജക്ട്സും, അതായത് നമ്മൾ ചുറ്റും സറൗണ്ടിങ്സിൽ കാണുന്ന എല്ലാ ഒബ്ജക്ട്സ് തമ്മിലും അട്രാക്ഷൻസ് ഉണ്ട്. അതെന്ത് വഴിയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയാണ് അട്രാക്ട് ചെയ്യുന്നത്. എർത്ത് അവിടെ എർത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി അട്രാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സെലസ്ട്രിയൽ ബോഡീസും, ടെറസ്ട്രിയൽ ബോഡീസ് മാത്രമല്ല സെലസ്ട്രിയൽ ബോഡീസ് തമ്മിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 4 ഫോഴ്സസിലും ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ആയെങ്കിൽ പോലും നേച്ചറിൽ എല്ലാ ഒബ്ജക്ട്സും എക്സിസ്റ്റ് ചെയ്യാൻ കാരണം ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. നേച്ചറിൽ, അതായത് ടെറസ്ട്രിയൽ മാത്രമല്ല സെലസ്ട്രിയൽ ബോഡീസിൻ്റെ കേസിലും. സെലസ്ട്രിയൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ് ഒക്കെ, അതിൻ്റെ മൂവ്മെൻറ്റ്, സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ സാറ്റലൈറ്റ്സ്, ഒരു പെർട്ടിക്കുലർ പ്ലാനറ്റിന് ചുറ്റും സാറ്റലൈറ്റ്സ് റിവോൾവ് ചെയ്യുന്നു. ഇതിനെല്ലാം ബൈൻഡ് ചെയ്യുന്ന ഫോഴ്സ്, ഈ 2 ഒബ്ജക്ട്സിനിടയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗവേൺസ് ദ മോഷൻ ഓഫ് ദ സാറ്റലൈറ്റ്സ്, പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ ആൻഡ് ദ സ്റ്റെല്ലാർ എവല്യൂഷൻ. പക്ഷേ എന്താണ്? ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഓഫ് 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ആൻഡ് ഇറ്റ് ഈസ് ഇതിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഹാസ് ഇൻഫിനിറ്റ് റേഞ്ച്. ഓക്കെ, ദെൻ യൂണിഫിക്കേഷൻ ആൻഡ് റിഡക്ഷൻ. The unification and reduction in physics. എന്താണ് യൂണിഫിക്കേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന് പറയുന്ന 2 ഫിനോമിനാസ്, അല്ലെങ്കിൽ 2 ഫിനോമിന എന്ന് പറയാൻ പറ്റില്ല, 2 കൺസെപ്റ്റ്. ഫിസിക്സിൽ മെയിനായിട്ട് വരുന്ന 2 ജനറലായിട്ട് വരുന്ന 2 കൺസെപ്റ്റ്സ് ആണ് യൂണിഫിക്കേഷനും റിഡക്ഷനും. First one is unification. Unification in physics. It is possible to explain different physical phenomena in terms of few laws and concepts. അതായത് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് ഫിസിക്കൽ ഫിനോമിനയും നമുക്ക് എന്ത് ചെയ്യാം? സർട്ടൻ ലോസിൻ്റെയും കൺസെപ്റ്റിൻ്റെയും ബേസിസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും.
ഈ അപ്രോച്ചിനെയാണ് എന്ത് പറയുന്നത്, യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ചില ഫിസിക്സിനെ ബേസ് ചെയ്യുന്ന ചില കൺസെപ്റ്റും ചില ലോസും യൂസ് ചെയ്തിട്ട് നമ്മുടെ നേച്ചറിൽ നടക്കുന്ന എല്ലാ ഫിനോമിനാസിനെയും നമുക്ക് ഇന്റർ കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു അപ്രോച്ചിനെയാണ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിൽ കൂടെ, ഒരു പെർട്ടിക്കുലർ ഒരു ബേസിക് കൺസെപ്റ്റിനെ യൂസ് ചെയ്ത് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫിനോമിനാസിനെയും അല്ലെങ്കിൽ നേച്ചറിൽ ചെയ്യുന്ന എല്ലാ ഫിനോമിനാസിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ഒരു കൺസെപ്റ്റാണ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ടു എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ഫിസിക്കൽ ഫിനോമിന ഇൻ ടേംസ് ഓഫ് few laws and concept, and this approach is known as unification. എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓൾറെഡി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു. അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ക്യാൻ ബി യൂസ് ടു ഡിസ്ക്രൈബ് ദ മോഷൻ ഓഫ് എ ഫ്രീലി ഫോളിങ് ആപ്പിൾ. ഒരു ഒബ്ജക്ട്സ്, അതായത് ആപ്പിൾ, താഴോട്ട് വീഴുന്ന ആപ്പിൾ ഫ്രീലി ഫോളിങ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ആ ഒരു ഒബ്ജക്റ്റിൽ, ഫ്രീ ഫോളിൻ്റെ കേസിൽ ഒരു ഒബ്ജക്റ്റ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീഴുന്നു. പക്ഷേ ആ ഒരു ഒബ്ജക്റ്റിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു ഒബ്ജക്റ്റിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ ആക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒരു ഒബ്ജക്റ്റ് പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീഴുന്നു. അതിനെയാണ് ഫ്രീ ഫോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ആ ഒരു ഫ്രീ ഫോൾ എന്ന് പറയുന്ന കേസിൽ ഒരു ഹൈറ്റിൽ നിന്നൊരു ഒബ്ജക്റ്റ്, പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്നൊരു ഒബ്ജക്റ്റ് താഴോട്ട് വീഴുന്നു. അങ്ങനെ താഴോട്ട് വീഴുന്ന ആ ഒബ്ജക്റ്റിൽ ഏത് ഫോഴ്സ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അതിനെയാണ് ഫ്രീ ഫോൾ എന്നതുകൊണ്ട്. ബാക്കി യാതൊരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇഫക്റ്റിൽ ഒരു ഒബ്ജക്റ്റ് താഴോട്ട് വീഴുന്നു. ആ ഒരു കൺസെപ്റ്റാണ് ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. നമ്മൾ ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ ഇത് ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫ്രീലി ഫോളിങ് ആപ്പിളിൻ്റെ കേസ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ന്യൂട്ടൻ്റെ ഈ സെയിം ലോ ഓഫ് ഗ്രാവിറ്റേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് മോഷൻ ഓഫ് പ്ലാനറ്റ്സ് അറൗണ്ട് ദ സണ്ണിന് ചുറ്റും ഉള്ള പ്ലാനറ്റ്സിൻ്റെ മൂവ്മെൻറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് സ്റ്റാർസിൻ്റെ എവല്യൂഷനെയും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സിംഗിൾ ലോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു ടെറസ്ട്രിയൽ ഒബ്ജക്റ്റിനെ അതേപോലെ തന്നെ സെലസ്ട്രിയൽ ഒബ്ജക്ട്സിൻ്റെയും കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ലോ യൂസ് ചെയ്ത് നമ്മുടെ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫിനോമിനാസിനെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. This concept in physics is known as unification. Then next one is reduction. Another attempt in physics. It is used to explain a bigger complicated system in terms of its microscopic constituents. ഒരു വലിയൊരു പ്രോബ്ലം നമുക്ക് തന്നിട്ട് വലിയൊരു പ്രോബ്ലം തരുകയാണ്. അപ്പോൾ അത് നമുക്ക് ഒറ്റയടിക്ക്, നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു വലിയ പ്രോബ്ലം, ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലെങ്തി പ്രോബ്ലം നമുക്ക് തരികയെന്ന് വിചാരിച്ചു. നമുക്കത് ഒറ്റയടിക്ക് നമ്മളത് ഒറ്റയടിക്ക് സോൾവ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതേസമയം ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ സിംഗിൾ വളരെ ചെറിയ യൂണിറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലോ എളുപ്പമല്ലേ? കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടാസ്ക്, അപ്പോൾ നിങ്ങൾ +1 പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്കൊരു ടാസ്ക് ഫിസിക്സ് ഒരു പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഒരു ഗ്രൂപ്പിൽ ഒരു 10 സ്റ്റുഡൻസിനെ വീതം 10 സ്റ്റുഡൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ഞാൻ നിങ്ങളെ ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കൂ. എന്നിട്ട് ഒരു ഗ്രൂപ്പിൽ 10 സ്റ്റുഡൻസ് ആണുള്ളത്. ആ 10 സ്റ്റുഡൻസിന് ഞാനൊരു പ്രൊജക്റ്റ് തന്നു. ആ പ്രൊജക്റ്റ് തന്നു എന്ന് വിചാരിച്ചാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് തന്നു. അപ്പോൾ ഒരു പ്രൊജക്റ്റ് തരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു എക്സ്പെരിമെൻ്റ് ആണെന്ന് വിചാരിച്ചോളൂ. എന്തോ ആയിക്കോട്ടെ, ഒരു എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ആ ഒരു പ്രൊജക്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ എക്സ്പെരിമെൻറ്റ്, ഞാൻ എന്ത് എക്സ്പെരിമെൻ്റ് ആണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ വായിച്ചറിയണം. എന്താണത് എന്നുള്ളത്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് വേണം. എന്താണ് അതിൻ്റെ കൺസെപ്റ്റ്, എന്താണ് അതിൽ നടക്കുന്നത് എന്നതൊക്കെയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വേണം. അത് കഴിഞ്ഞ് ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യണം. ആ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അനുസരിച്ച് നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്യണം. ഇത്രയും സ്റ്റെപ്സ് അവിടെ വരുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ 10 സ്റ്റുഡൻസ് ഉണ്ട്. ഇതെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുക, എല്ലാ കാര്യങ്ങളും കൂടി ചെയ്യാൻ വെച്ചാൽ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ സ്പ്ലിറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിനെ നിങ്ങൾ ചെറിയ സ്റ്റെപ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതായത് ആ ഒരു എന്തെങ്കിലും ഒരു ഫിനോമിനെ കുറിച്ചായിരിക്കുമല്ലോ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ഫിനോമിനൻ എന്താണ്, അതിലെന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള ആ ഒരു ഭാഗം ഇൻട്രൊഡക്ടറി സെക്ഷൻ ഒരു 3 പേർക്ക് കൊടുത്തു. അതിനുശേഷം ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യണം. അനദർ 3 or 4 സ്റ്റുഡൻസ്
ബാക്കി വരുന്ന അനദർ 3 or 4 സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, ആ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം. അതിലൊരു റിസൾട്ട് അവർക്ക് കിട്ടി. ഇനി ബാക്കി വരുന്ന റിമൈനിങ് 3 സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, ആ റിസൾട്ട് കമ്പൈൽ ചെയ്യണം. ആ റിസൾട്ട് ചില മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് അതിനെ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ഇന്നതാണ് കിട്ടിയത് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ നോക്കൂ, ഓരോ ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരു പ്രൊജക്റ്റ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു സ്റ്റുഡൻറ്റ് തന്നെ ഈ ഫുൾ പ്രൊജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് റിഡക്ഷനിൽ നടക്കുന്നത്. ഒരു ബിഗ് പ്രോബ്ലത്തിനെ സ്മോൾ ഗ്രൂപ്പ് ചെറിയ മൈക്രോ യൂണിറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്സ് ആയിട്ട് ആ ഓരോ മൈക്രോ യൂണിറ്റ്സിൽ വരുന്ന ആ ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുവഴി ആ ഒരു ബിഗ്ഗർ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നു. അതാണ് റിഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. Reduction, another attempt in physics. It is used to explain a bigger complicated system in terms of its microscopic constituents. മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുവഴി ആ ഒരു ബിഗ്ഗർ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റത്തിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദിസ് അപ്രോച്ച് ഈസ് നോൺ ആസ് റിഡക്ഷൻ ഇൻ ഫിസിക്സ്. For example, a microscopic variable, temperature of a thermodynamic system, is explained in terms of molecular motion in kinetic theory. അപ്പോൾ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുകയാണെന്ന് വിചാരിച്ചോളൂ. തെർമോഡൈനാമിക് പ്രോസസ്സ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വർഷം പഠിക്കും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുന്നു. ഒബ്വിയസ്ലി ആ പേരിൽ നിന്ന് തന്നെ ടെമ്പറേച്ചർ അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പറേച്ചറിൻ്റെ വേരിയൻസ് നടക്കുന്നുണ്ട്, അത് വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചർ എന്തുകൊണ്ട് വാരി ചെയ്യുന്നു എന്നത് പറയാനായിട്ട് അതിൽ നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് എന്തായാലും ഇൻവോൾവ് ചെയ്തിട്ടാണ് ഒരു പ്രോസസ്സ് നടക്കുള്ളൂ. ആ ഒബ്ജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻ്റ് ആയിട്ട് വരുന്ന ആറ്റംസും മോളിക്യൂൾസാണ്. അപ്പോൾ മോളിക്കുലാർ മോഷൻ, ആ മോളിക്യൂൾസിനെ തിയറിയെ ബേസ് ചെയ്തിട്ട് ആ മോളിക്യൂൾസിന് എന്ത് ചേഞ്ചസ് ആണ് വരുന്നത്, അപ്പോൾ ആ ഒരു ചേഞ്ച് നമ്മൾ ആദ്യം നോക്കി അതിൽ നിന്ന് ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്.